അൽഹംദുലില്ലാ നല്ല രീതിയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇന്റേൺഷിപ്പിന്റെ. അതായത് ഓൾമോസ്റ്റ് സിമിലർ ആണ് നമുക്ക് ഈ പറയുന്ന ബിൽഡിംഗ് നെറ്റ്വർക്ക്, അതേപോലെ ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻഡസ്ട്രിയൽ ലെവലിലും നമുക്ക് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അപ്പോൾ ഇൻഷാല്ലാ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൂടുതലും ഇൻഡസ്ട്രിയൽ ഇന്റേൺഷിപ്പിനെ പറ്റിയിട്ടാണ്. ഓക്കെ, സോ വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഡു ആൻ ഇന്റേൺഷിപ്പ്. സോ ഈ സ്ലൈഡിലെല്ലാം ഈ സ്ലൈഡിലൂടെ എൻ്റെ പ്രസന്റേഷനിലൂടെ ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുക ഇമ്പോർട്ടൻസ് എന്താണ് ഇൻഡസ്ട്രിയൽ ഇന്റേൺഷിപ്പിന്റെ, അതേപോലെ ഏതൊക്കെ തരം ഇൻഡസ്ട്രിയൽ ഇന്റേൺഷിപ്പ് ഉണ്ട്, പിന്നെ ബെനിഫിറ്റ് എന്താണ് ഇന്റേൺഷിപ്പ് ചെയ്യുന്നതോടുകൂടി, പിന്നെ എങ്ങനെ ഒരു ഇന്റേൺഷിപ്പ് നേടാം, ലൈക്ക് ഹൗ ടു ഗെറ്റ് ആൻ ഇന്റേൺഷിപ്പ്. ഓക്കെ, സോ I'll be speaking about my internship. I have done 2 internships. ഇപ്പോൾ KMML കൊല്ലത്തുള്ള കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡിലാണ് എൻ്റെ ഫസ്റ്റ് ഇന്റേൺഷിപ്പ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് എനിക്ക് കിട്ടിയത് എൻ്റെ ഒരു കോണ്ടാക്ട് വഴിയാണ്. ഞാനത് ഐ ഹാവ് ഡൺ ദിസ് ഡ്യൂറിങ് മൈ സമ്മർ. അപ്പോൾ സമ്മർ വെക്കേഷൻ ആണ് കൂടുതൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കൂടുതൽ ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ കമ്പനീസ് ഓപ്പൺ ചെയ്യുന്നത് ഡ്യൂറിങ് ഏപ്രിൽ, മെയ്, ജൂൺ. ഈ ഒരു 3 മന്ത്സിലാണ് കൂടുതലും ഇൻഡസ്ട്രീസ് ഇന്റേൺഷിപ്പിന് കോൾ ചെയ്യുന്നത്. പിന്നെ അപ്പോൾ എൻ്റെ ബെനിഫിറ്റ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, KMML ഞാൻ സെക്കൻഡ് ഇയർ കഴിഞ്ഞതോടുകൂടിയാണ് ഞാനൊരു ഇന്റേൺഷിപ്പ് അവിടെ ചെയ്യുന്നത്. സോ അപ്പോൾ ഫസ്റ്റ് ഇയർ ടു സെക്കൻഡ് ഇയറിൽ പിന്നെ നമ്മൾ പഠിച്ച തിയററ്റിക്കൽ നോളജ്, നമ്മൾ എന്തൊക്കെയാണ് തിയറി ആയിട്ട് കണ്ടിരുന്നത്, അതെല്ലാം അവിടെ പോയി നേരിട്ട്, അതായത് ചിലപ്പോൾ നമ്മൾ ടെർബൈൻ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ചില മെറ്റീരിയൽസ് നമ്മൾ കേട്ടിട്ടുണ്ടാവുള്ളൂ, കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ അവിടെ പോയതിന് ശേഷം അതെല്ലാം എനിക്ക് റിയൽ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അവിടെ ചെന്നതിന് ശേഷം പിന്നെ നമുക്കൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യും. ഓക്കെ, ഇതായിരിക്കും ഇനി നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്ന സ്ഥലം, ഇങ്ങനെ ആവാം വർക്ക് ചെയ്യാൻ പോകുന്ന സ്ഥലം, നമുക്കൊരു കോൺഫിഡൻസ് അവിടെ ബിൽഡ് ചെയ്യാൻ സാധിക്കും. പിന്നെ സെക്കൻഡ് ഞാൻ ചെയ്തത് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ട്രിവാൻഡ്രത്ത് ബോഷ് എന്ന് പറയുന്ന ഒരു ജർമ്മൻ കമ്പനിയാണ്. അപ്പോൾ അവരുടെ ഒരു ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ എന്നുള്ള ടോപ്പിക്കിലാണ് ഞാൻ അവിടെ ഇന്റേൺഷിപ്പ്. ഇറ്റ് വാസ് ലൈക്ക് ഇന്റേൺഷിപ്പ് കം പിന്നെ വർക്ക്ഷോപ്പ്. സോ ഒരു 10 days ഇന്റേൺഷിപ്പ് ആയിരുന്നു. അവിടെ നമുക്ക് അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ. അതായത് നമുക്ക് വേണമെങ്കിൽ ഒരു ഒരു ഇൻഡസ്ട്രിയിൽ ബേസിക് ആയിട്ട് വർക്ക് ചെയ്യുന്ന ലൈക്ക് ഇലക്ട്രിക്കൽ മോട്ടോഴ്സും മെയിൻലി അത് ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റും മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഇന്റേൺഷിപ്പ് ആയിരുന്നു. സോ എനിക്കപ്പോൾ അവിടുന്ന് കിട്ടിയ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഇത്തരം മെഷീനറീസ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് കിട്ടി. അതിനുശേഷം അവർ നല്ലപോലെ ഗൈഡ് ചെയ്യും നമുക്ക് എങ്ങനത്തെ എന്തൊക്കെ ചെയ്യണം. അത് അത്യാവശ്യം ഒരു അറൌണ്ട് 20 to 25 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു അതിൽ. അപ്പോൾ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് പോലെയാണ്. ഈ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ബെനിഫിറ്റ് കിട്ടുന്നത്, നമ്മൾ ഒരു വിൽ ഗെറ്റ് എ ലീഡർഷിപ്പ്, പിന്നെ ഒരു മാനേജ്മെന്റ്, ഒരു ടീം മെമ്പർ എങ്ങനെയാണ്, എങ്ങനെ നമ്മളത് പെർഫോം ചെയ്യുന്ന ഒരു ടീമിനുള്ളിൽ. കാരണം മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മളൊരു കമ്പനിയിൽ ജോലിക്ക് കയറി കഴിഞ്ഞാൽ എല്ലാ വർക്ക്സും ഡിവൈഡഡ് ആയിരിക്കും. അതായത് ഒരു ടീം ലീഡർ അസൈൻ ചെയ്തു കൊടുക്കും. അപ്പൊ നമ്മളൊരു പിന്നെ ഒരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും ഇത്തരം ഇന്റേൺഷിപ്സിലൂടെ, അല്ലെ ഇങ്ങനത്തെ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിലൂടെ. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഇൻഷാല്ലാ ബെനിഫിറ്റ്. ഞാനിനി എന്തിനാണ് വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഡു ആൻ ഇന്റേൺഷിപ്പ്, ഞാൻ ഇൻഷാല്ലാ അതിലായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. സോ വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഡു ആൻ ഇന്റേൺഷിപ്പ്. പേഴ്സണലി ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ കോൺഫിഡൻസ് അത് ബൂസ്റ്റ് ചെയ്യും. നമ്മളിപ്പം ഒരു പുതിയൊരു എൻവിറോൺമെന്റിലേക്കാണ് പോകുന്നത്. അവിടെ നമുക്ക് ആരെയും പരിചയമില്ല, എല്ലാവരും പുതിയ ആൾക്കാരാണ്. പക്ഷെ എങ്ങനെ അവരോട് ബിഹേവ് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ ഒരു ഇൻഡസ്ട്രി ലെവലിൽ നമ്മൾ പിന്നെ ആക്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം എന്താണ് നമ്മൾ ഇത്തരം എന്താണ് ഇതൊക്കെ ഓരോ ലൈഫ് ലെസൺ ആയിട്ടാണ് നമ്മൾ, അതായത് നമുക്കൊരു ജോലി കിട്ടുന്നതിന് മുന്നേ ഉള്ള ഒരു എന്താ പറയുന്നത്, നമുക്കൊരു ലെസൺസ് ആണ് നമ്മൾ ഇത്തരം ഇന്റേൺഷിപ്പിലൂടെ നമ്മൾ ലേൺ ചെയ്യുന്നത്. അപ്പൊ പേഴ്സണലി നമ്മളെ കോൺഫിഡൻസ് ഇത് ബൂസ്റ്റ്. നെക്സ്റ്റ് അക്കാഡമിക്കലി ഞാൻ പറഞ്ഞ പോലെ എന്താണ് നമുക്ക് റിയൽ ലൈഫ് എക്സ്പീരിയൻസ്, അതായത് തിയറിറ്റിക്കൽ നോളജ് നമ്മൾ പ്രാക്ടിക്കൽ നോളജ് ആയിട്ട് അപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റും. നമ്മൾ അവിടെ അതിന്റെ അപ്ലിക്കേഷൻസ് ആണ് കൂടുതൽ. അപ്പൊ നമുക്കത് കൂടുതൽ ഇന്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും, അത് പിന്നീട് എനിക്ക് മനസ്സിലായത് ഞാനത് പിന്നെ നമ്മുടെ ഇന്റേൺഷിപ്പ് എല്ലാം ചെയ്ത് കഴിഞ്ഞ് തിരിച്ച് കോളേജിൽ വന്നു കഴിഞ്ഞ് ടീച്ചേഴ്സ് പഠിപ്പിക്കാൻ നമുക്ക് ഈസിലി കണക്ട് ചെയ്യാൻ പറ്റും, ഇന്റർലേറ്റ് ചെയ്യാൻ പറ്റും. സോ പിന്നെ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഇൻ റിസോഴ്സസ് ദാറ്റ് ആർ നോട്ട് അവൈലബിൾ ഇൻ അവർ ക്യാമ്പസ്.
ക്യാമ്പസുകളിലെല്ലാം നമ്മൾ കൂടുതലും തീർച്ചയായും ചിലപ്പോൾ ക്യാമ്പസിന്റെ ഫണ്ട് കാര്യങ്ങളെല്ലാം കുറഞ്ഞതിനാൽ എന്താണ് നമുക്ക് അവിടുത്തെ റിസോഴ്സ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അവിടെ റിസോഴ്സുകൾ ഉണ്ടാവാറില്ല ചില ടൈപ്പ് ഓഫ് മെഷീനറി നമ്മൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഞാൻ ചെയ്ത സമയത്ത് എനിക്ക് എന്ത് ചെയ്തു, എനിക്ക് ഈ തിയററ്റിക്കലി കണ്ട പിന്നെ അല്ലെ തിയററ്റിക്കലി പഠിച്ച മെഷീനറീസ് കാര്യങ്ങളെല്ലാം റിയൽ ലൈഫിൽ ഇവിടെ വന്ന് നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പ്രൊഫഷണൽ ലെവലിലേക്ക് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കരിയർ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ പലതരം ഇന്റേൺഷിപ്പ് ചെയ്യും. സമ്മറിലാണ് കൂടുതൽ, സമ്മർ എന്ന് പറയുന്നത് ഒരു 2 to 3 months പിന്നെ ബ്രേക്ക് കിട്ടുന്നതാണ്. ഈ 2 to 3 monthsലാണ് മാക്സിമം നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്യാൻ നോക്കേണ്ടതും പിന്നെ നമ്മൾ ട്രൈ ചെയ്യുന്നത്. കാരണം 2 to 3 months മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ബാസിക്ക പറഞ്ഞ പോലെ നമ്മുടെ സി വിയിലേക്ക് ആഡ് ചെയ്യാൻ ലോട്ട് ഓഫ് കണ്ടന്റ്. പിന്നെ നമ്മൾ ആ ഒരു 2 to 3 months എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെയുള്ള ആൾക്കാരായിട്ട് ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. ഈ നെറ്റ്വർക്കാണ് പിന്നെ നമുക്ക് ഫ്യൂച്ചറിൽ ഹെൽപ്ഫുൾ ആവുന്നത്. ബിൽഡിംഗ് നെറ്റ്വർക്കിനെ കുറിച്ച് ബാസിക്ക പറഞ്ഞു, അപ്പോൾ ഞാൻ അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഈ നെറ്റ്വർക്ക് നമ്മളെ അതിന് ഹെൽപ്പ് ചെയ്യും. പിന്നെ കരിയർ റിലേറ്റഡ് സ്കിൽ, നമ്മൾ എന്താണോ ഫോക്കസ്, അതായത് നമുക്ക് ഒരു ആഗ്രഹം ഉണ്ടോ, ലൈക്ക് ഏത് ഫീൽഡിലേക്കാണ് വർക്ക് ചെയ്യേണ്ടത്, ഏത് ഫീൽഡിലാവണം എൻ്റെ ഫ്യൂച്ചറിൽ ഞാൻ ജോലി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, നമുക്കൊരു പ്രീ പ്ലാൻഡ് ആയിട്ട് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഇന്റേൺഷിപ്സിനൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് അവിടെ ഒരു പെർട്ടിക്കുലർ നോളേജ് അല്ലെ അവിടെ നമുക്കൊരു സ്കില്ല് നമുക്ക് ഡെവലപ്പ് ചെയ്യാനാണ് സാധിക്കും. പിന്നെ ഇന്റേൺഷിപ്പ് ഇപ്പോ നമുക്ക് ചിലപ്പോൾ നമുക്ക് ഒരിടത്തായിരിക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവുക, പക്ഷെ മേ ബി വി ആർ നോട്ട് ഷുവർ നമുക്ക് അവിടെ എക്സൽ ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, പല ടൈപ്പ് ഇന്റേൺഷിപ്പ് ചെയ്യും. പല ടൈപ്പ് ഇന്റേൺഷിപ്പ് ചെയ്തിട്ട് നമുക്കൊരു ഫീലിംഗ് ഉണ്ടാവണം, ഓക്കെ ഈ ഒരു സെർട്ടൻ ഏരിയയിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് മാക്സിമം എക്സൽ ചെയ്യാൻ പറ്റും ഫ്യൂച്ചറിൽ, അല്ലെങ്കിൽ എനിക്കൊരു കരിയർ ഗ്രോത്ത് ഉണ്ടാവും എന്ന് തോന്നുന്ന ഫീൽഡുകൾ ചൂസ് ചെയ്യുക, അതിലേക്ക് കൂടുതൽ ഇന്റേൺഷിപ്പ് ചെയ്യാൻ നോക്കുക, പിന്നെ അതിൽ കൂടുതൽ വർക്ക് ചെയ്യാൻ നോക്കുക. ഓക്കെ, നമുക്ക് ടൈപ്പ് ഓഫ് ഇന്റേൺഷിപ്സ് ഉണ്ട്. ഇപ്പൊ ഇൻഡസ്ട്രിയിൽ ഇന്റേൺഷിപ്സ് വന്നു കഴിഞ്ഞാൽ ഈ 2 to 3 months എന്ന് പറയുമ്പോൾ നമുക്ക് അത് കൂടുതലും പാർട്ട് ടൈം ആയിട്ട്, മോസ്റ്റ് ഓഫ് ദ കമ്പനീസ്, ചില കമ്പനീസ് മാത്രമാണ് സ്റ്റൈപ്പൻഡോട് കൂടി നമുക്ക് എന്ത് ചെയ്യുന്നുള്ളൂ, നമുക്ക് അവിടെ ഇന്റേൺഷിപ്പ് അവർ പ്രൊവൈഡ് ചെയ്യുള്ളൂ. പിന്നെ ട്രെയിനിങ് പീരീഡ് എന്ന് പറയുന്നത് ഫുൾ ടൈം ഇന്റേണും പാർട്ട് ടൈം ഇന്റേണും. ഫുൾ ടൈം ഇന്റേൺ ഫോക്കസ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്രന്റീസ് ട്രെയിനിങ് ആയിരിക്കും. അതായത് നമ്മൾ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ചില കമ്പനി 6 to 12 months നമ്മളെ ട്രെയിനിങ് പീരീഡിലേക്ക് വിളിക്കും. ഈ ട്രെയിനിങ് പീരീഡിലേക്ക് വിളിക്കുമ്പോൾ നമുക്ക് അവിടെ എന്താണ്, മോസ്റ്റ് പ്രോബ്ലി ഫുൾ ടൈം ഇന്റേൺസിന് അവരുടെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അവർ കുറച്ച് ആ 6 to 12 months കഴിഞ്ഞതിന് ശേഷം പിന്നെ അവർക്ക് ഡയറക്റ്റ് പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഡയറക്റ്റ് ജോബ് ഓപ്പർച്യൂണിറ്റി കമ്പനി പ്രൊവൈഡ് ചെയ്യാനുള്ള ചാൻസ് ഹൈ ആണ്. അപ്പം നിയർലി 1 year ഇന്റേൺഷിപ്പ് ചെയ്യുന്നതോട് കൂടി നമുക്ക് ആ ഒരു കമ്പനിയിൽ ഒരു എംപ്ലോയി ആയിട്ട് നമ്മൾ മാറുകയാണ്. ഓക്കെ, അപ്പോൾ അവിടെയുള്ള ആൾക്കാർ 1 year ഇത് എന്താണ് ഹ്യൂജ് പീരീഡ് വേറെ നമുക്ക് പിന്നെ ഈ കോണ്ടാക്ട്സ് അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാം, ഇവരായിട്ടൊക്കെ കോണ്ടാക്ട് വെക്കാം. ഇനി ഇപ്പോ ചിലപ്പോൾ ആ ഒരു 1 year നമ്മൾ കഴിയുമ്പോൾ എന്താണ് നമുക്ക് ചിലപ്പോൾ ആ കമ്പനിയിൽ ഓപ്പണിംഗ് കിട്ടിയെന്ന് വരില്ല, ആ കിട്ടി വരില്ല. പക്ഷെ മേ ബി ആഫ്റ്റർ മന്ത്സ് ഓർ ആഫ്റ്റർ ഇയർ എന്താണ് ചിലപ്പോൾ അവിടെ ഓപ്പണിംഗ് വന്നു കഴിഞ്ഞാൽ നമ്മളെ റെഫർ ചെയ്യാനും നമ്മളെ ഒന്ന് റെക്കമെൻഡ് ചെയ്യാനും നമുക്ക് ആരെങ്കിലും ആ കമ്പനിയിൽ വേണം. അതിനാണ് നമ്മൾ ഇന്റേൺഷിപ്പ് ടൈമിൽ നമ്മൾ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ പറയുന്നത്. ഓക്കെ, ബെനിഫിറ്റ് ഞാൻ പറഞ്ഞല്ലോ, അതായത് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഒരു റിലേറ്റഡ് സ്കിൽ ആൻഡ് എബിലിറ്റി, ഡെവലപ്പ് കരിയർ റിലേറ്റഡ് സ്കിൽ ആൻഡ് എബിലിറ്റി, ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാം. നെറ്റ്വർക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ആരും ഇപ്പൊ ഡയറക്റ്റ് പ്ലേസ്മെന്റ്, ഇപ്പോൾ കോളേജുകളിലൊക്കെ ആണെങ്കിലും ഡയറക്റ്റ് ഇൻഡസ്ട്രിയിലേക്ക് പ്ലേസ്മെന്റ് ആവുന്ന സമയത്ത് ആരും തിയറിറ്റിക്കൽ നോളേജ് വാല്യൂ ചെയ്യില്ല. അവർക്ക് കൂടുതലും വേണ്ടത് പ്രാക്ടിക്കൽ നോളജും പിന്നെ എക്സ്പീരിയൻസ് ഉള്ളവരാണ്. അപ്പം ബാസിൽക്ക് നേരത്തെ പറഞ്ഞു, എക്സ്പീരിയൻസ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, വർക്ക് വേണം. വർക്ക് കിട്ടിയാൽ എക്സ്പീരിയൻസ് ഉള്ളൂ, വർക്ക് കിട്ടണമെങ്കിൽ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു നമുക്ക് വർക്ക് കിട്ടാൻ അല്ലെങ്കിൽ ഒരു ജോബ് കിട്ടാൻ ബേസിക് ആയിട്ട് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നതാണ് ഇന്റേൺഷിപ്പ്. ഇന്റേൺഷിപ്പ് ചെയ്യാതെ അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് ഇല്ലാതെ നമുക്ക് എന്താണ് ഒരു ജോലി കിട്ടാൻ അല്ലെ ഡയറക്റ്റ് ഒരു പ്ലേസ്മെന്റ് അച്ചീവ് ചെയ്യാൻ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. അപ്പോൾ ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ഈ കരിയറിൽ. അതായത് നമ്മൾ ഫസ്റ്റ് മോസ്റ്റ്ലി കോളേജസിലൊക്കെ ഇൻഡസ്ട്രിയൽ ഇന്റേൺഷിപ്പിന് പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ അവർ പ്രോത്സാഹിപ്പിക്കുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേർഡ് ഇയറിന് ശേഷമാണ്. പക്ഷെ ഞാൻ പറയും തേർഡ് ഇയറിന് ശേഷം നമുക്ക് പിന്നെ ഡയറക്റ്റ് ഫൈനൽ ഇയർ ആണ്, പിന്നെ പ്രൊജക്ട് കാര്യങ്ങളായിട്ട് നമ്മൾ പോകും. അപ്പോൾ നമ്മൾ
സെക്കൻഡ് ഇയർ അല്ലെ ഫസ്റ്റ് ഇയറിൽ ചെയ്യാൻ തുടങ്ങിയ ഫസ്റ്റ് ഇയറിൽ നമ്മൾ ചെറിയ ചെറിയ ഇന്റേൺഷിപ്പ് ചെയ്തു തുടങ്ങും. മേ ബി ഇറ്റ് ക്യാൻ ബി 2 വീക്സ് 3 വീക്സ് ചെറിയ ഇന്റേൺഷിപ്പ് ചെയ്യുക നമുക്കൊരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട്. അങ്ങനെ പല ഇന്റേൺഷിപ്പ് ചെയ്ത് നമ്മളൊരു തേർഡ് ഇയറിൽ ഇന്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി നമുക്ക് എന്ത് കിട്ടും? നമുക്ക് നമുക്ക് കുറെ എക്സ്പീരിയൻസ് നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ നമ്മൾ ഈ ഇത്രയും ഇന്റേൺഷിപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏത് ഫീൽഡിലാണ് നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളത്, നമുക്ക് എക്സൽ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഈ ഇന്റേൺഷിപ്പിലൂടെ നമുക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഓരോ ലെസൺസ് പഠിക്കുകയാണ് ഇന്റേൺഷിപ്പിലൂടെ. അപ്പൊ നമ്മൾ ഓരോ ഇന്റേൺഷിപ്പ് കഴിയും തോറും നമ്മൾ ചിന്തിക്കാം, എനിക്ക് ഇവിടെ വർക്ക് ചെയ്താൽ ഇതിന് എക്സൽ ചെയ്യാൻ പറ്റും. അതായത് അല്ലെങ്കിൽ ആ ഫീൽഡിനെ പറ്റി ബേസിക് നോളജ് തറവ് ആയിട്ട് പഠിക്കുക, ആ ഒരു ഫീൽഡിനെ പറ്റിയിട്ട്, ആ ഒരു കമ്പനീനെ പറ്റിയിട്ട്. ഓൾവേസ് നമുക്ക് എന്താണ് ഒരു ഇൻഡസ്ട്രിയൽ ഇന്റേൺഷിപ്പിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്കൊരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ ഇൻഡസ്ട്രിയിൽ ഒരു ജോലി കിട്ടുക എന്നുള്ളതാണ്. അപ്പം ആ ഒരു ജോലി അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു ഡ്രീം കമ്പനി മനസ്സിലുണ്ടാവാം. ഓക്കെ, പിന്നെ നമുക്ക് ബെനിഫിറ്റ് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മളെങ്ങനെ മാനേജ്മെന്റ് നല്ലപോലെ പഠിക്കും. ടൈം മാനേജ്മെന്റ്, കോൺഫിഡൻസ്. നമ്മുടെ ഒരു ചില കൂടുതൽ കുട്ടികളും ചിലരൊക്കെ ഇൻട്രോവേർട്ട് നേച്ചർ ആയിട്ടുള്ളവരുണ്ട്. ഇവർക്കൊക്കെ ഒരു പിന്നെ അവരുടെ ഐസ് ബ്രേക്ക് ചെയ്യാനുള്ള ഒരു ചോയ്സും കൂടെയാണ്, ഒരു ചാൻസും കൂടെയാണ് ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത്. അത് നമ്മൾ ടീമായിട്ട് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആ ഒരു പേടിയുണ്ടാവും ചിലവർക്ക്, മറ്റുള്ളവരോട് എന്ത് സംസാരിക്കണം അല്ലെ ആ ഒരു സംഭവം അറിയില്ല, ഇങ്ങനെ അവരുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യണം കാര്യങ്ങളൊക്കെ. പക്ഷെ നമ്മൾ അങ്ങനത്തെ ഒരു നേച്ചർ ആയിട്ട് ഒരു കമ്പനിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അല്ല അവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ വല്ലാണ്ട് ഭയങ്കര ഡിസഡ്വാൻറ്റേജസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യും. അതായത് നമ്മളെ അത് മാക്സിമം ചിലപ്പോൾ അവർ യൂസ് ചെയ്യും, കമ്പനി ആൾക്കാർ നമ്മളത് യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ ആ ഒരു വീക്ക്നെസ് കണ്ടിട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പഠിക്കുക. അതൊക്കെ ഈ ഇന്റേൺഷിപ്പ് കാര്യങ്ങളിലൂടെ മാത്രമേ നമുക്കത് നേടാൻ പറ്റുള്ളൂ. കാരണം ഒരു ഇൻഡസ്ട്രിയിൽ എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളതെല്ലാം ഈ ഒരു ടീം വർക്ക്, പിന്നെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇതെല്ലാം ഡെവലപ്പ് ചെയ്യുക ഇത്തരം ഇന്റേൺഷിപ്സിലൂടെയാവും. ഓക്കെ, ഹൗ ടു ഗെറ്റ് ആൻ ഇന്റേൺഷിപ്പ്. അപ്പോൾ ഓൾവേസ് നോ വാട്ട് യു വാണ്ട് ടു ഡു. നിങ്ങൾക്ക് എന്താവണം, നിങ്ങൾക്ക് ഏത് ഫീൽഡിലേക്ക് പോകണം, ഏത് ജോലി കിട്ടണം എന്നുള്ളത് നിങ്ങൾ എപ്പോഴും ഒരു മൈൻഡിൽ നിങ്ങൾ എന്തായാലും അത് ഡിസൈഡ് ചെയ്തു വെക്കും. എന്നിട്ട് ഹാവ് ആൻ ഐഡിയ ഓഫ് ദ ടൈപ്പ് ഓഫ് വർക്ക് യു വാണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ വൈറ്റ് കോളർ ജോബ് അല്ലെങ്കിൽ നേരത്തെ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യേണ്ടതാണ്, പിന്നെ അങ്ങനത്തെ ഏത് ഇൻഡസ്ട്രി ആണോ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളത്, അല്ലെ ഏത് ടൈപ്പ് ഓഫ് വർക്കാണ്, നിങ്ങൾ അതെല്ലാം നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇപ്പൊ ഞാൻ ഫൈനൽ ഇയർ മെക്കാനിക്കൽ സ്റ്റുഡന്റ് ആണ് NIT കോഴ്സിൽ. അപ്പോൾ എന്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് മാനുഫാക്ചറിങ് ഫീൽഡാണ്. അപ്പം മെക്കാനിക്കലിൽ തന്നെ പലതുണ്ട്, അതായത് തെർമൽ ഫീൽഡ് ഉണ്ട്, മാനുഫാക്ചറിങ് ഫീൽഡ് ഉണ്ട്, പിന്നെ പ്രൊഡക്റ്റ് ഡിസൈനർ, പ്രൊഡക്റ്റ് എഞ്ചിനീയറിംഗ് ഫീൽഡ് ഉണ്ട്. അപ്പൊ എനിക്ക് കൂടുതലും മാനുഫാക്ചറിങ് ഫീൽഡിലാണ് ഫോക്കസ്. അപ്പൊ ഞാൻ ചെയ്യുന്ന ഇന്റേൺഷിപ്സ് എല്ലാം ചെയ്ത ഇന്റേൺഷിപ്പും ആ ഒരു റിലേറ്റഡ് ആണ്. അതായത് ഇപ്പൊ KMML ആയിരുന്നപ്പോൾ ഞാൻ ചെയ്തത്, പിന്നെ എനിക്കവിടെ അവര് ഓരോ പ്ലാന്റ് കാര്യങ്ങളെല്ലാം വിസിറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഒരുക്കി തരിക. അവിടെ ടൈറ്റാനിയം പ്രൊഡക്ഷൻ ആണ്. ടൈറ്റാനിയത്തിന്റെ പിന്നെ കൂടുതൽ ഒരു കെമിക്കൽ റിലേറ്റഡ് ഇൻഡസ്ട്രി ആയിരുന്നു. പിന്നെ അതിനുശേഷം നമുക്ക് ഹൗ ടു പിന്നെ ട്രൈ ടു ഗെറ്റ് കോണ്ടാക്ട്. അതായത് ഇന്റേൺഷിപ്പ് കിട്ടണ പോലെ എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ അലൂമിനി നെറ്റ്വർക്ക്, അതായത് നിങ്ങളുടെ കോളേജിൽ പഠിച്ച അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് എന്ത് ചെയ്യാം, നിങ്ങൾ കോണ്ടാക്ട്സ് കിട്ടാൻ മാക്സിമം ട്രൈ ചെയ്യുക. കാരണം നമ്മൾ അവിടെ ഒരാൾ ഇന്റേൺഷിപ്പിനാണെങ്കിൽ പോലും റെക്കമെൻഡേഷൻ ആവശ്യമുള്ള ഒരു കാലമാണ്. അപ്പം പിന്നെ എന്തായാലും അവിടെ നമുക്ക് പരിചയമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ കമ്പനി അല്ലെ നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന സ്ഥലത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇന്റേൺഷിപ്പ് കിട്ടാൻ അത് സഹായിക്കും. അതാണ് ത്രൂ അലൂമിനി. നിങ്ങളുടെ ഇപ്പോഴത്തെ ഇതിലെ ലിങ്ക്ഡിൻ, പിന്നെ നൗക്കറി, ലിങ്ക്ഡിനിലൊക്കെ നിങ്ങളുടെ അലൂമിനീസിനെ കണക്ട് ചെയ്യാൻ ഈസി ആവും. അങ്ങനെ കണക്ട് ചെയ്ത് അവരോട് ഫ്രണ്ട്ലി ആവുക, അവരോട് കാര്യങ്ങൾ അവതരിപ്പിക്കുക. അതായത് മോസ്റ്റ്ലി കമ്പനീസ് അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രീസ് ഇവര് ഇന്റേൺഷിപ്പിന് വിളിക്കുന്നത് ജസ്റ്റ് ബിഫോർ സമ്മർ അല്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഏപ്രിൽ ടു ജൂൺ ആ ഒരു പീരീഡിലല്ല ഇവര് ഇന്റേൺഷിപ്പിന് വിളിക്കുന്നത്. ഇവര് കൂടുതലും അതിന് പ്രയർ ആയിട്ട് ഒരു 3 months ബിഫോർ അവരുടെ കമ്പനി വെബ്സൈറ്റിൽ എന്ത് ചെയ്യും, നോട്ടിഫിക്കേഷൻസ് ചിലപ്പം അവർ ഔട്ട് ചെയ്യും. അപ്പൊ ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യും, ഓൾവേസ് നമ്മളത് അതിനെ ഒന്ന് പിന്നെ കീപ്പ് ആൻ ഐ ഓൺ ഇറ്റ്. അപ്പോ നമ്മളെപ്പോഴും അത് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കും, ഇവര് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടോ, നിങ്ങൾ എപ്പോഴും അപ് ടു ഡേറ്റ് ആയിരിക്കും അവരുടെ വെബ്സൈറ്റുകൾ. നിങ്ങൾക്ക് വേണ്ട കമ്പനി, നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ജോബ്, നിങ്ങൾ എവിടെയാണോ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ടൈപ്പിൽ അത്തരം കമ്പനീസ് നിങ്ങൾ എപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടിരിക്കും.
ഓക്കെ. എന്നിട്ട് അവരൊക്കെ ഇന്റേൺഷിപ്പ് എപ്പോഴാണ് ഓപ്പൺ ചെയ്യുന്നത് അത് നിങ്ങൾ നോക്കി വെക്കുക. ആ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അപ്ലൈ ചെയ്യാം. അപ്പം അതിന് പ്രയറായിട്ട് നമ്മൾ ഹോംവർക്ക് ചെയ്യേണ്ടതാണ്, കോണ്ടാക്ട് കിട്ടേണ്ടത്, റെസ്യൂം അപ്ഡേറ്റ് ചെയ്യുക. കാരണം എൻ്റെ ഒരു എനിക്ക് വേറൊരു ചാൻസ് കിട്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്രോ ലൂബ് എന്ന് പറയുന്ന കമ്പനി ഉണ്ട് സൗദി അറേബ്യയിൽ. അരാംകോന്റെ ഒക്കെ അണ്ടറിലായിരുന്നു ആ കമ്പനി. പിന്നീട് അവർ ഇൻഡിപെൻഡന്റ് ആയി. അപ്പം എനിക്ക് എൻ്റെ കോണ്ടാക്ട്സ് വഴി കോണ്ടാക്ട്സ് വഴിയാണ് ഞാൻ കൂടുതലും ഇന്റേൺഷിപ്സ് ട്രൈ ചെയ്യാം. അപ്പം ആ ഒരു കമ്പനിയിലേക്ക് എനിക്ക് അവര് സെലക്ട് ചെയ്ത പ്രോസസ്സ് എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ അവര് സി വി അയക്കാൻ പറഞ്ഞു. സി വി അയച്ചു കൊടുത്തു. അതിനുശേഷം പിന്നെ അവര് പിന്നെ നമുക്ക് ഇന്റർവ്യൂ വിളിച്ചു. അപ്പൊ ഇന്റർവ്യൂവിന് ശേഷമാണ്, അപ്പൊ പല കമ്പനിയിലും പല ടൈപ്പ് ഓഫ് പ്രോസസ് ആണ്. ചിലർ നമ്മുടെ റെസ്യൂം മാത്രം വെച്ചിട്ട് നമുക്ക് ഇന്റേൺഷിപ്പ് തരും. ചിലർ നമ്മളെ ഇന്റർവ്യൂ ചെയ്യും. ചിലവരാണെങ്കിൽ ജസ്റ്റ് നമ്മൾ പെയ്ഡ് ഇന്റേൺഷിപ്പ് ഉണ്ട്, അതായത് നമ്മൾ അങ്ങോട്ടേക്ക് പേ ചെയ്തിട്ട് നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്യും. അപ്പൊ ഞാൻ ചെയ്ത രണ്ട് ഇന്റേൺഷിപ്പ് അങ്ങനെ ഒന്നായി. ബോഷും പിന്നെ KMML ചെയ്തു. ഞാൻ അങ്ങോട്ടേക്ക് പേ ചെയ്തു, പക്ഷെ സ്റ്റൈപ്പൻഡ് ആയിട്ടൊന്നും എനിക്ക് കിട്ടില്ല, കാരണം അത് വളരെ കുറഞ്ഞ ഡ്യൂറേഷനും കൂടെയാണ്. ഇനി അപ്ഡേറ്റഡ് റെസ്യൂം. പെട്രോൾ ലൂബിൽ എനിക്ക് ഉണ്ടായ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കോണ്ടാക്ട് വഴി അത് കിട്ടി, നേടി. അവിടെ അതിനുശേഷം അവർ ഇന്റർവ്യൂവിന് വിളിച്ചു. അവിടുത്തെ ഓഫീസിൽ ഇന്റർവ്യൂ ചെയ്തു. റെസ്യൂമിലുള്ള കാര്യങ്ങളാണ് അവരെന്നോട് ചോദിച്ചത്. അപ്പൊ എന്ത് ചെയ്യാം, നമ്മുടെ പ്രൊജക്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രിയൽ ഫീൽഡ് ഇതൊക്കെ റെസ്യൂമിൽ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതലും കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം ഇവര് റെസ്യൂം വഴി ബേസ് ചെയ്തിട്ടാണ് നമ്മളോട് കാര്യങ്ങൾ ചോദിക്കുക. അപ്പം നമ്മൾക്ക് അറിയുന്ന കാര്യങ്ങൾ നമുക്ക് 100% ഷുവർ ആണ് നമ്മൾ ഇവിടെ ഈ ഒരു ഫീൽഡിൽ എക്സൽ ചെയ്യും. അതൊക്കെ നമ്മുടെ റെസ്യൂം ഇന്റർവ്യൂ ചെയ്യണം. നമ്മളെ അവര് മനസ്സിലാക്കുക, നമ്മളെ അവര് ചോദ്യങ്ങൾ ചോദിച്ച് നമ്മുടെ ഇൻഡസ്ട്രി കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്ന ഒരു പ്രോസസ്സും കൂടെയാണ്. അപ്പോൾ നമ്മളെ അവര് പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ആ ഒരു ഇന്റർവ്യൂവിൽ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ അവിടെ എവിടെയെങ്കിലും സ്ട്രഗിൾ ആയി കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും, ഓക്കെ ആള് ഫിറ്റ് അല്ല, ഈ ഒരു പൊസിഷനിലേക്ക് ഫിറ്റ് അല്ല, അല്ലെങ്കിൽ ഈ ഒരു കമ്പനിയിലേക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാൻ ഫിറ്റ് അല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവർ ഈസി ആയിട്ട് റിജക്ട് ചെയ്യും. അൽഹംദുലില്ലാ. അപ്പോൾ എനിക്ക് അവിടെ അവര് ഇന്റർവ്യൂ ചെയ്തു, ഇന്റർവ്യൂ പാസ്സായി, അവിടെ ഇന്റേൺഷിപ്പ് ചെയ്യാനുള്ള അവസരം കിട്ടി. ബട്ട് അവിടെ ഞാൻ ഫേസ് ചെയ്ത പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇന്റർനാഷണൽ ലെവലിലേക്ക് പോകുമ്പോൾ നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം നമ്മൾ അറ്റസ്റ്റ് ചെയ്യണം. അപ്പം ഇന്റർനാഷണൽ ഇന്റേൺഷിപ്സിന് മോർ വാല്യൂ ആണ് നമ്മൾ പ്ലേസ്മെന്റ് അല്ലെങ്കിൽ നമ്മുടെ ജോബ് കാര്യങ്ങളൊക്കെ നമ്മൾ കരിയർ ഡെവലപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളൊരു ജോബ് ഹണ്ട് ചെയ്യാൻ നോക്കുമ്പോൾ ഇന്റർനാഷണൽ പിന്നെ ഇന്റേൺഷിപ്സിന് അവർ വളരെയധികം വാല്യൂ ചെയ്യുന്നു. അപ്പം മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ സെക്കൻഡ് ഇയർ ടു ഫസ്റ്റ് ഇയർ ടു സെക്കൻഡ് ഇയർ എന്ത് ചെയ്യാൻ നോക്കുക, മാക്സിമം നാട്ടിൽ തന്നെ ഒരു ഇന്റേൺഷിപ്പ് ചെയ്ത് നല്ല അത്യാവശ്യം നല്ല കമ്പനീസിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ നാട്ടിൽ ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിൽ തന്നെ നല്ലൊരു കമ്പനീസിൽ നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്യാൻ നോക്കുക, എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല. കാരണം നമ്മൾ പിന്നെ ഔട്ട്സൈഡ് ഇന്റർനാഷണൽ ലെവലിൽ നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്യാൻ നോക്കുമ്പോൾ അവിടെയും അവര് മുന്നത്തെ ഇന്റേൺഷിപ്പ് അല്ലെങ്കിൽ മുന്നത്തെ പ്രൊജക്ട് കാര്യങ്ങളെല്ലാം അവര് നോട്ടീസ് ചെയ്യും. അപ്പം ഇന്റർനാഷണൽ ലെവൽ ഇന്റേൺഷിപ്സിന് നമ്മളെ ജോബ് പ്രൊഫൈൽ അല്ലെങ്കിൽ നമ്മുടെ സിവിയിൽ അത് ഇന്റർനാഷണൽ ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ഭയങ്കര വാല്യൂ ആണ്. നമ്മുടെ ആ സിവിയുടെ വാല്യൂ കൂടും. അതനുസരിച്ച് നമ്മൾ അവരെ കൺസിഡർ ചെയ്യാനും തുടങ്ങും. പിന്നെ ബേസിക് നോളജ് അബൌട്ട് യുവർ സബ്ജക്ട്സ്. ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് അവർ നമ്മുടെ സബ്ജക്ട് ബേസിക് സബ്ജക്ട് നോളജ് ആണ് നോക്കുക, ബേസിക് ആണ് നോക്കുക. അല്ലാതെ കൂടുതലും പിന്നെ ഡീപ്പായിട്ട് അവർ പോയി ചോദിക്കില്ല. ബേസിക് അറിയുമെന്നാണ് അവർ ഏത് കമ്പനി വന്നാലും അവർ നോക്കുക. കമ്മ്യൂണിക്കേഷൻ സ്കിൽ, എങ്ങനെ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ ആൾക്കാരോട് പെരുമാറാം, ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് ത്രൂ ഇന്റർവ്യൂ ആണ് അവരതെല്ലാം ഡിസൈഡ് ചെയ്യുന്നത്. പിന്നെ ആ ഒരു പെർട്ടിക്കുലർ ഫീൽഡിനെ കുറിച്ച് എപ്പോഴും അല്ലെ ആ പെർട്ടിക്കുലർ ഇൻഡസ്ട്രിയെ കുറിച്ച് ബി അപ് ടു ഡേറ്റ്. പുതിയ ടെക്നോളജീസ് എന്താണ്, അവിടെ അവർ ഇന്നോവേഷൻസ് എന്താണ്, എല്ലാം നമ്മൾ എന്താ ചെയ്യുക, അപ്ഡേറ്റ് ആയിരിക്കുക. ഓക്കെ. പിന്നെ ഇന്റേൺഷിപ്പ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ്, നമ്മൾ കംപ്ലീറ്റ്ലി അതിൽ ഇൻവോൾവ് ആവണം. നമ്മുടെ ഫുൾ എഫേർട്ട് അതിലിടണം. എങ്കിലേ നമുക്ക് അതനുസരിച്ചുള്ള ബെനിഫിറ്റും ഉണ്ടാവുള്ളൂ. നമ്മളെ അവിടെയുള്ള ഓഫീസേഴ്സ് അല്ലെങ്കിൽ നമ്മളെ അവിടെ കൺസിഡർ ചെയ്യുള്ളൂ ആൾക്കാർ. കാരണം നമ്മൾ ഈ ഇന്റേൺഷിപ്പിന് ശേഷം നമുക്ക് ഇന്റേൺഷിപ്പ് ചെയ്തു എന്നുള്ള പ്രൂഫാണ് നമ്മുടെ സർട്ടിഫിക്കറ്റ്, ഇന്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റ്. ഇന്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റ്സ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. മോസ്റ്റ് ഓഫ് ദ കമ്പനീസ് ഇന്റർവ്യൂ വരുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊരു ജോബിന് പോകുമ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് പോകുമ്പോൾ നമുക്കിത് കാണിക്കാൻ പറ്റും. ഇവിടെ ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്തു, ഇത്ര പീരിയഡ് ചെയ്തു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് അവിടെ വാല്യൂ ആണ്. അപ്പോൾ മിനിമം 2 വീക്സ്, അതായത് ഫസ്റ്റ് ഇയർ ടു സെക്കൻഡ് ഇയറിൽ ആ ഒരു ബ്രേക്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മിനിമം 2 വീക്സ് എങ്കിലും ഇന്റേൺഷിപ്പ് ചെയ്യാൻ നോക്കുക. കാരണം അതിനുശേഷം പതുക്കെ പതുക്കെ കൂടുതലും സമ്മർ ടൈം, അതായത് പിന്നെ
ഏപ്രിൽ ടു ജൂൺ ആ ഒരു 3 മന്ത്സ് മാക്സിമം നിങ്ങൾ ഇന്റേൺഷിപ്പ്, അതായത് ഒരു കമ്പനിയിൽ തന്നെ മാക്സിമം ഡ്യൂറേഷൻ വർക്ക് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോ സമ്മർ ഇന്റേൺഷിപ്സിനാണ് കൂടുതൽ വാല്യൂ, കൂടുതൽ ഞാനും പ്രിഫർ ചെയ്യുക, ഞാൻ റെക്കമെൻഡ് ചെയ്യുക. കാരണം സമ്മർ ഇന്റേൺഷിപ്പിലാണ് നമുക്ക് കൂടുതൽ എക്സ്പീരിയൻസും എക്സ്പോഷറും ഡെവലപ്പ് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ടൈം പീരീഡ് സമ്മർ ഇന്റേൺഷിപ്പിലാണ്. സോ കൂടുതൽ കമ്പനീസ് ഇന്റേൺഷിപ്പ് ഓഫർ ചെയ്യുന്നതും ഈ സമ്മർ ബ്രേക്കിലാണ്. അപ്പോൾ ആ ഒരു ടൈം നിങ്ങൾ എന്തായാലും നോട്ടീസ് ചെയ്ത് വെക്കുക, ആ കമ്പനീസിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ. ഓക്കെ, ഇനി നമുക്ക് മെയിൻ ആയിട്ട് ഇന്റേൺഷിപ്പ് ഹണ്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് കണ്ടെത്താനുള്ള കുറച്ച് പ്ലാറ്റ്ഫോം. ഒന്ന് നമ്മുടേതായിട്ടുള്ള നമ്മൾ ഡെവലപ്പ് ചെയ്ത നമ്മുടെ സൈറ്റാണ് തയ്യലേട്ട്. തയ്യലേട്ട് ഇസ് എ വാട്സപ്പ് ചാനൽ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇന്റേൺഷിപ്പ് ഏത് ടൈപ്പ് ഇന്റേൺഷിപ്സ് ആണോ അതെല്ലാ ടൈപ്പ് ഇന്റേൺഷിപ്പ്, റിസർച്ച്, PhD നോട്ടിഫിക്കേഷൻ, ലോട്ട് ഓഫ് കരിയർ നോട്ടിഫിക്കേഷൻസ് ആണ് നമ്മൾ തയ്യലേട്ടിലൂടെ നമ്മളവിടെ പിന്നെ പബ്ലിസൈസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ അതിനൊരു ടീമുണ്ട്, അവരെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഇന്റേൺഷിപ്സ് കൂടുതലും നമുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്ത്യയിലുള്ള ഇന്റേൺഷിപ്സ് അല്ലെങ്കിൽ എബ്രോഡുള്ള ഇന്റേൺഷിപ്പ് നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ തയ്യലേട്ടിലൂടെ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ തയ്യലേട്ട് ചാനലിലൂടെ നിങ്ങൾക്ക് കിട്ടാവുന്നതാണ്. പിന്നെ മെയിൻ ആയിട്ട് ലിങ്ക്ഡിൻ. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒരു ഡ്രീം കമ്പനി ഉണ്ടാവും, ആ ഒരു കമ്പനിയുടെ എല്ലാം ലിങ്ക്ഡിൻ പ്രൊഫൈൽ അല്ലെങ്കിൽ നൗക്കറി പ്രൊഫൈൽ എപ്പോഴും ഫോളോ ചെയ്യുക, എപ്പോഴും അവരുടെ നോട്ടിഫിക്കേഷൻസിന് അപ് ടു ഡേറ്റ് എന്നായിട്ട് പറഞ്ഞാൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ഇവര് സമ്മർ ഇന്റേൺഷിപ്പ് ഏപ്രിൽ ടു ജൂൺ അതിനൊരു 2 to 3 months ബിഫോർ ആണ് ഇവരുടെ നോട്ടിഫിക്കേഷൻ അപ്ലൈ. കാരണം ഇവർക്ക് ചിലപ്പോൾ അവരുടെ പ്രോസസ്സ് എന്ന് പറയുന്നത് റെസ്യൂം ഷോർട്ട് ലിസ്റ്റിംഗ് ഉണ്ടാവും, മേ ബി ചിലപ്പോൾ ടെസ്റ്റ് എഴുതേണ്ടി വരുമായിരിക്കും. അതിനുശേഷം പിന്നെ കൂടുതലും എന്താണ് നമ്മുടെ ഓൺലൈൻ ഇന്റർവ്യൂ ഉണ്ടാവും. അപ്പം ഇത്രയും പ്രോസസ്സിനൊക്കെ അവർ മിനിമം ത്രീ മന്ത്സ് പ്രയർ ആയിട്ട് അവർ കാണും. അപ്പോൾ 3 മന്ത്സിൽ അതായത് ഏപ്രിൽ ടു ജൂൺ സമ്മർ ഇന്റേൺഷിപ്പിന് മുന്നേ ഉള്ള ആ ഒരു 3 മന്ത്സിലാണ് ഇവര് കൂടുതലും പിന്നെ നോട്ടിഫിക്കേഷൻസ് ഔട്ട് ചെയ്യും. അപ്പം ലിങ്ക്ഡിൻ നൗക്കറിയിലുള്ള ഇത്തരം പ്ലാറ്റ്ഫോമിൽ കൂടുതൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കമ്പനീസിനെ ഫോളോ ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് ഡ്രീം കമ്പനി, നിങ്ങൾക്ക് എന്താണോ ഇഷ്ടമുള്ളത്, ഏത് ഫീൽഡിലാണോ വർക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളത് അത്തരം കമ്പനീസിനെല്ലാം ഫോളോ ചെയ്യുക. കാരണം നമ്മൾ അപ്ലൈ ചെയ്യാം, നമുക്കറിയില്ല എവിടെ നിന്നാണ് കോൾ വരുന്നത്. ഇപ്പൊ ബാസിൽ പറഞ്ഞ പോലെ തന്നെ പ്രൊഫസേഴ്സിന് ഇങ്ങനെ മെയിൽ ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, കമ്പനി പ്രൊഫൈൽസ് വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എപ്പോഴാണോ അപ്ഡേറ്റ് അല്ലെങ്കിൽ എപ്പോഴാണോ നമുക്ക് ആ ചാൻസ് കിട്ടുക എന്ന് നമുക്ക് പറയാൻ പറ്റും. നമ്മൾ ഒരിക്കലും റിഗ്രറ്റ് ചെയ്തില്ല, നമ്മൾ അപ്ലൈ ചെയ്തില്ല അതുകൊണ്ട് കിട്ടിയില്ല എന്നുള്ള ഒരു റിഗ്രഷൻ പാടില്ല. സോ മാക്സിമം അപ്ലിക്കേഷൻ കൊടുക്കുക. ഏതെങ്കിലും ഒന്ന് ഇൻഷാല്ലാ അവരെന്തായാലും അത് സെലക്ട് ചെയ്യും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫീൽഡിൽ നിന്ന് എന്തായാലും നിങ്ങൾക്ക് റെസ്പോൺസ് കിട്ടും. കാരണം കമ്പനീസ് ഉണ്ട് ഇങ്ങനെ ഇന്റേൺഷിപ്സിന് വേണ്ടി മാത്രം ലൈക്ക് അവർ ഫോക്കസ് ചെയ്യുന്ന കൂടുതൽ ഇന്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യാൻ ഫോക്കസ് ചെയ്യുന്ന കമ്പനീസ് ലോട്ട് ഓഫ് കമ്പനീസ് ആണ്. അപ്പം പിന്നെ നിങ്ങൾ ലിങ്ക്ഡിൻ, നൗക്കറി, പിന്നെ തയ്യൽ. ലിങ്ക്ഡിനാണ് ഞാൻ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുക. പിന്നെ കമ്പനി പ്രൊഫൈൽസ് വിസിറ്റ് ചെയ്യാൻ നോക്കുക. കമ്പനി പ്രൊഫൈൽസ് അതായത് കമ്പനി വെബ്സൈറ്റ്സ് അവർ നിങ്ങൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കരിയേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പേജ് ഉണ്ടാവും. അത് ടോപ്പിൽ കരിയേഴ്സ് പോയി കഴിഞ്ഞാൽ കരിയേഴ്സിൽ ഇന്റേൺഷിപ്പ് അല്ലെ എൻട്രി ലെവൽ ആൻഡ് ഇന്റേൺഷിപ്പ് എന്നും പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പൊ ടാറ്റ പോലുള്ള കമ്പനീസ് ആണെങ്കിൽ അവർക്ക് വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ എൻട്രി ലെവൽ ആൻഡ് ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അപ്പൊ നിങ്ങൾ അതിൽ പോവുക, അപ്ലൈ ചെയ്യുക. ഈ പറഞ്ഞ പോലെ പ്രോസസ് എല്ലാം ഇത്തരം കമ്പനീസിലും, അതായത് ഇന്റർവ്യൂ ആണ് കൂടുതലും ഇന്റേൺഷിപ്സിന് അവർ പ്രിഫർ ചെയ്യുക. റിട്ടൺ ടെസ്റ്റ് വളരെ കുറവാണ്. ഓക്കെ, പിന്നെ ഇന്റേൺഷിപ്പിന്റെ മറ്റൊരു ബെനിഫിറ്റ് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളിപ്പോ ഒരു കമ്പനിയിൽ തന്നെ ഇപ്പോ എക്സാമ്പിൾ പറയാൻ ഞാൻ സ്റ്റുഡന്റ് പ്ലേസ്മെന്റ് റെപ്രസെന്റേറ്റീവ് കൂടെയാണ് NIT പോണ്ടിച്ചേരിയിൽ. അപ്പോൾ നമുക്ക് അവിടെ കണ്ടുവരാൻ കഴിയുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ABB എന്ന് പറയുന്ന ഒരു വലിയ കമ്പനിയാണ്. ABBയിൽ ഇന്റേൺഷിപ്പ് ചെയ്ത സ്റ്റുഡൻസ് ഉണ്ട് നമ്മുടെ കോളേജിൽ. അവർക്ക് ABB പ്ലേസ്മെന്റിന് നമ്മുടെ കോളേജിൽ വരുമ്പോൾ അവർക്ക് കൂടുതൽ പ്രിഫറൻസ് അവർ കൊടുക്കുന്നു, അവരവിടെ പ്ലേസ് ആവും. കാരണം അവർക്ക് ആ കമ്പനിയിൽ തന്നെ വർക്ക് ചെയ്തു, ആ കമ്പനിയിൽ ഒരു 3 months അല്ലെങ്കിൽ 2 months എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ കമ്പനി പ്രൊഫൈലിൽ വെച്ച് നോക്കുമ്പോൾ ഈ സ്റ്റുഡൻസ് അവിടെ ആ കമ്പനി വർക്ക് ചെയ്തവരാണ്, അവർക്ക് ആ കമ്പനിയെ കുറിച്ച് നോളജ് ഉണ്ട്, കമ്പനി തന്നെ എക്സ്പീരിയൻസ് ഉള്ളതാണ്. സോ അവർക്ക് ഈസിയാണ് എന്ത് ചെയ്യാൻ, ആ കമ്പനിയിൽ വർക്ക് ചെയ്യാൻ. ആ ഒരു നേച്ചറായിട്ട് അഡാപ്റ്റഡ് ആണെന്ന് ഈ കമ്പനി ഇന്റർവ്യൂവിന് വരുമ്പോൾ ഇവർക്ക് മനസ്സിലായി. ഇവർ അങ്ങനെ തന്നെ റിക്രൂട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ മെയിൻലി ഞാൻ പ്രിഫർ ചെയ്യുക ഇത്തരം വലിയ വലിയ കമ്പനീസിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് കിട്ടിയാൽ അവിടെ ചെയ്യാൻ മാക്സിമം നോക്കുക.
അത് ചിലപ്പം അങ്ങോട്ടേക്ക് പേയ്മെന്റ് നടത്തേണ്ടി വരും, ചിലപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പേയ്മെന്റ് കിട്ടും. അപ്പൊ ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ ഒരിക്കലും അത് പേയ്മെന്റ് ഉള്ളത് കൊണ്ട് ഞാനത് ഒഴിവാക്കുന്നു എന്ന് ഒരിക്കലും വിചാരിക്കരുത്. കാരണം ഇതൊക്കെ നമ്മളെ എക്സ്പീരിയൻസ് ബിൽഡ് ചെയ്യുന്നതാണ്. ഈ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലേ നമുക്ക് ജോലി കിട്ടുള്ളൂ. ഇപ്പൊ ഇൻഡസ്ട്രി ലെവലിൽ ഒരു ജോബ് കിട്ടണമെങ്കിൽ ഇന്റേൺഷിപ്പ് ഇസ് മാൻഡേറ്ററി. ഇന്റേൺഷിപ്പ് ഇല്ലാതെ നമുക്ക് ഒരു ജോലി കിട്ടൽ വളരെ പ്രയാസമാണ്. കാരണം CGPA അല്ലെങ്കിൽ നിങ്ങളുടെ അക്കാഡമിക് ബ്രില്യൻസ് വെച്ചിട്ട് ആരും നിങ്ങൾക്ക് ജോലി തരാൻ പോകുന്നില്ല. അവർക്കെല്ലാം വേണ്ടത് മോർ ദാൻ തിയററ്റിക്കൽ നോളജ്, അവർക്ക് വേണ്ടത് പ്രാക്ടിക്കൽ നോളജ് ആണ്. പ്രാക്ടിക്കൽ നോളജ് നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള ചാൻസും കൂടുതലാണ്. ഇപ്പോൾ ഞാൻ പ്ലേസ്മെന്റ് റെപ്രസെന്റേറ്റീവ് ആയതുകൊണ്ട് കൂടുതൽ കമ്പനീസ് അവര് കട്ട് ഓഫ് വെക്കുന്നത് തന്നെ ഒരു 6 above ആണ്. CGPA 6.5, 6.5. കാരണം ഒരു ആവറേജ് സ്റ്റുഡന്റിന്റെ എബവ് ആണ്. പക്ഷെ അവർക്കറിയാം ആവറേജ് സ്റ്റുഡൻസും പിന്നെ നല്ല മാർക്ക് വാങ്ങുന്ന, അതായത് ടോപ്പ് ക്ലാസ് സ്റ്റുഡൻസ് ആയിട്ട് ടോപ്പ് സ്റ്റുഡൻസിനും എന്താണ് CGPA അവർക്ക് ഒബിയസ്ലി അത് ഡിഫറൻസ് ഉണ്ടാവും. പക്ഷെ എക്സ്പീരിയൻസ് മേ ബി ഈ 6.5 ഒരു ആവറേജ് സ്റ്റുഡൻസിനായിരിക്കും. അവർക്ക് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് കമ്പനീസ് കൂടുതലും പ്രിഫർ ചെയ്യുക ഈ ഒരു ആവറേജ് സ്റ്റുഡൻസിനായിരിക്കും. കാരണം അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, അവർ കിട്ടും. പക്ഷെ ടോപ്പ് സ്റ്റുഡൻസിന് എന്താണ്, അവർ 9 CGPA ഉള്ള ഒരു കുട്ടിക്ക് ചിലപ്പോൾ പ്ലേസ് ആയി ഒന്ന് വരാൻ പറ്റില്ല. കാരണം ആൾക്ക് തിയറട്ടിക്കൽ നോളജ് ഉള്ളൂ, പ്രാക്ടിക്കൽ നോളജ് ഇല്ല. അപ്പോൾ ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റേൺഷിപ്പ് ആണ് മാൻഡേറ്ററി ഫോർ ഇൻഡസ്ട്രിയൽ ജോബ്. ഇൻഡസ്ട്രിയൽ ലെവലിൽ നിങ്ങൾക്ക് ഒരു ജോബ് കിട്ടണം അല്ലെങ്കിൽ ഒരു കരിയർ ഡെവലപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു ഇന്റേൺഷിപ്പ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അത് കിട്ടാനുള്ള മാർഗങ്ങൾ ഞാൻ പറഞ്ഞു. പിന്നെ മാക്സിമം എക്സ്പീരിയൻസ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ നോക്കുക. പല ടൈപ്പ് ഇന്റേൺഷിപ്പ് ചെയ്യാൻ നോക്കുക. അതിന്റെ ബിഗിനിങ് സ്റ്റേജ്, ഫസ്റ്റ് ഇയർ ടു സെക്കൻഡ് ഇയറിൽ നിങ്ങൾ ബിഗിനിങ് സ്റ്റേജിൽ മാക്സിമം ഇന്റേൺഷിപ്പ് ചെയ്യാൻ നോക്കുക. എന്നിട്ട് എവിടെയാണോ നിങ്ങൾ എക്സൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സൽ ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് വരുന്നത്, ആ ഒരു ഫീൽഡിലേക്ക് ഫ്യൂച്ചർ ഇന്റേൺഷിപ്സ് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ നോക്കും. ഓക്കെ, അപ്പോ ഇതാണ് ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ബാക്കി അമൻ കവർ.